ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൽസ്മി ബിൻഷ നോബിൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്വത്തുവിൻ്റെ രണ്ടാമത്തെ പിറന്നാളായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ രാവിലെ പോയി ഇതാ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇനി ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. ചെറിയ സദ്യയാണ് കേട്ടോ, വലിയ എല്ലാ ഐറ്റംസുകളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കുഞ്ഞ് സദ്യ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരെ അടുക്കളയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചോറൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ ആദ്യം തന്നെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അത് അവിടെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് സേമിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ളൊരു പായസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നാളാണ് കേട്ടോ ഇന്ന് വരുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാളിനാണ് നമ്മൾ സദ്യയൊക്കെ ഒരുക്കി അമ്പലത്തിലൊക്കെ പോയിട്ട് വഴിപാടുകളൊക്കെ കഴിക്കുക. നാളിൻ്റെ അന്നാണ് കേട്ടോ. ഇറച്ചി മീനൊന്നും ഇല്ലാണ്ട് അങ്ങനെ സദ്യ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് പൊതുവേ. അങ്ങനെ ഇതാ നമ്മളെ പായസമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഉപ്പേരി വയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് എടുത്തിട്ടുള്ളത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫംഗ്ഷൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. നമ്മളിതാ ഫംഗ്ഷൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പേരിക്ക് നമ്മൾ ക്യാബേജ് ഇതാ നന്നായിട്ട് സ്പീഡിൽ തന്നെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്ത് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം കുറച്ച് കറികളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വേഗം തന്നെ എല്ലാതും ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പേരിക്കുള്ളതൊക്കെ അതാ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അടുപ്പത്ത് പുളിയിഞ്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിയിഞ്ചിയൊക്കെ ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അല്ലല്ലേ പുളിയിഞ്ചൊക്കെ ഇത് ഓൾമോസ്റ്റ് തിളച്ച് തന്നെ ഒന്ന് കുറുകിക്കോട്ടെ. അപ്പോൾ അതുവരെ തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ തന്നെ ഞാനത് ഉപ്പേരിക്കുള്ളതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുളിയിഞ്ചി സ്വത്തുന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒക്കെ കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ, കുറേശ്ശെ തന്നെ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതാ നമ്മളെ ക്യാബേജൊക്കെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഓലനായിട്ടുണ്ട് കേട്ടോ. ഓലനും അതേപോലെ തന്നെ അതാ അവിടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓലനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നന്നായി തിളയ്ക്കണ്ട കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു തള വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഓലനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ക്യാബേജ് ഉപ്പേരി ഇവിടെ കേട്ടോ റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കണം. പിന്നെ പപ്പടവും കാച്ചണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വേഗം തന്നെ പപ്പടം കാച്ചാട്ടോ. ഇനി ഇതാട്ടോ അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കാനുണ്ടോ ഗായ്സ്. അപ്പോൾ സ്വത്ത് ഇതാ നീക്കാനുള്ള ഒരു ഇതൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വേഗം തന്നെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കാണ് കേട്ടോ. പിന്നെ ഇതാ ചേന കരിയുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ ചൊറിയിട്ടോ. എൻ്റെ കൈ എന്താണാവോ ചൊറിഞ്ഞൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ ചേനൊക്കെ ഇതാ അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പച്ചടിക്കുള്ള തേങ്ങയൊക്കെ ചിരകാനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും അവിയലിക്കും വേണം. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അതിന് തന്നെ എടുത്തിട്ട് കുറച്ച് തേങ്ങ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ പച്ചടിയും സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അതാ നമ്മൾ കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങയൊക്കെ ഇതാ ചിരകി നമ്മൾ കുറച്ചെടുത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ പച്ചടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ കടുകും അതുപോലെ തന്നെ വേപ്പിൻ്റെലയും വറ്റൽമുളകൊക്കെ ഇട്ട് ഇതാ പച്ചടി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് അടുക്കള വൃത്തിയാക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിയൽ റെഡി ആയിട്ടില്ല. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ
എന്താ പറയുക, അടുക്കള വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ സുത്ത് എണീക്കുമ്പോഴത്തേന് വേഗം തന്നെ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ അടുക്കള കുറച്ച് അലങ്കാരമൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്, നമ്മൾ അരിഞ്ഞ സ്ഥലങ്ങളോ. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ കേട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പാത്രങ്ങൾ കഴുകാനും അതുപോലെ തന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കുക, അടുക്കള തുടയ്ക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ അടുക്കളയിൽ. പിന്നെ ഫുഡ് നമുക്ക് അവിയലും കൂടി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അത് അവിയൽ ഓൾമോസ്റ്റ് നമ്മൾ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്. തേങ്ങ കരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അത് അതിലേക്ക് ചേർക്കാനുള്ളൂ കേട്ടോ. തൈരൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്താ ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി റെഡി ആക്കട്ടെ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സത്തുവിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാട്ടോ അവളിതാ ഇപ്പം റെഡി ആയിട്ട് ഇതാ അവിടെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഒന്ന് കാണാം കേട്ടോ. സദ്യവട്ടങ്ങൾ കാണാം. തോരനുണ്ട്, കാബേജ് തോരനും പച്ചടി, അതുപോലെ തന്നെ പുളിയിഞ്ചി, അവിയൽ, പിന്നെ കാളൻ, പായസം, പപ്പടം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മതിയല്ലോ, ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് വിളക്കൊക്കെ സെറ്റാക്കി വെക്കാം. അരിയും പൂവൊക്കെ റെഡിയാക്കാനുണ്ട്, ഇലകൾ. അപ്പം തന്നെ അവൾ അച്ഛൻ വന്നു. അങ്ങനെ അവൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ കളിക്കാൻ തുടങ്ങി. പുറത്തേക്ക് ഇറക്കിയ പിന്നെ അകത്തേക്ക് കയറാൻ കുറച്ച് പണിയാണ്. പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനൊക്കെ. അപ്പോൾ അത് ആ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു കുടിച്ചു ഗൈസ്. ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു, കണ്ടില്ലേ? നല്ല കളിയിലാണ് ആള്. അങ്ങനെതാ നമ്മള് ഇനി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഗായ്സ്. അങ്ങനെതാ നമ്മളിതാ തിരിയൊക്കെ കത്തിച്ച് തിരിയൊക്കെ അതാ വിളക്കിലിട്ടിട്ടുണ്ട്. നാക്കല മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെതാ നമ്മള് സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ സ്വത്ത് അച്ഛൻ വിളക്കത്തിക്കിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ വിളക്കൊക്കെ 5 തിരിയൊക്കെ ഇട്ട് കത്തിച്ച് നാക്കലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് അരിയും പൂവൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ, അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. മുതിർന്നവരൊക്കെ അങ്ങനെയുണ്ടോ നമ്മൾ പാലക്കാട് ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ കോഴിക്കോട്, അതായത് മലപ്പുറം ജില്ലയാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യാറുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിച്ചത് ഇപ്രാവശ്യം. അങ്ങനെ ഇതാ നമ്മളെ സദ്യയൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം വിളമ്പി കഴിഞ്ഞ് അവളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്വത്തും ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഗായ്സ്. കേട്ടോ ഇനി നമ്മൾ ഫംഗ്ഷൻ കഴിക്കണം അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒന്നിച്ചാക്കി. അപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ആഘോഷിക്കാനോ അങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കനും റൈസും വയ്ക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഫുഡൊക്കെ ചിക്കനൊക്കെ അതാ അവിടെ കഴുകി റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ
ഇതാ നമ്മൾ ചിക്കനൊക്കെ ഇതാ അവിടെ കഴുകി റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റൈസിക്ക് ഉള്ളതാ ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതാ റൈസിക്ക് അതുപോലെ തന്നെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതവിടെ അരിഞ്ഞ് റെഡിയാക്കാൻ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ഉള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി അതുപോലെ തന്നെ അമ്മയും എൻ്റെ അമ്മമാരെല്ലാവരും കൂടിയിട്ട് അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. സ്വത്ത് ഉറങ്ങുകയാണ് കേട്ടോ. അവളെ ഉറക്കി കിടത്തിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ സവാളൊക്കെ അതവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ അതിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എന്താ പറയുക, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ചേർത്തിട്ട് കുറച്ച് മസാല ഒക്കെ ഇട്ട് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ അങ്ങനെ വെക്കാട്ടെ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. അങ്ങനെ നമ്മളിവിടെ ചിക്കനിൽ മസാല ഒക്കെ തേച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ വറക്കണത് കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി എടുക്കാൻ കേട്ടോ. എടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പൊക്കെ കത്തിച്ച് നമ്മളിനി ചിക്കൻ പൊരിക്കാൻ പോകണം കേട്ടോ. സ്വത്ത് നല്ല ഉറക്കാണ് കേട്ടോ. അവള് ഉറങ്ങാണ്. അപ്പോൾ ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് പക്ക സെറ്റ് ആക്കണം. അങ്ങനെ കേട്ടോ നമ്മളുടെ ചോറിലേക്കും അതുപോലെ തന്നെ കറിക്കൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും ഇതവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അരിഞ്ഞ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫുഡൊക്കെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അതവിടെ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫുഡും അതുപോലെ തന്നെ ചിക്കൻ വറുത്തിട്ട് അങ്ങനെ കറി വയ്ക്കാണ്ടോ ചെയ്യുന്നത്. പിന്നെ ചോറും അവിടെ വേറെ അടുപ്പത്ത് ചോറും ഒക്കെ വെച്ച് സെറ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ ഫുഡൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇപ്പം അതാട്ടോ ഒരു 7 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നമ്മളെ ബലൂണൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയന്മാരും ചേച്ചിമാരും ചെറിയമ്മമാരും ചെറിയച്ചന്മാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലി പറയുമ്പോൾ വലിയ ഫാമിലിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വീട്ടുകാർ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പുറത്തുനിന്ന് ആരും ഇല്ല. അങ്ങനെ നമ്മളുടെ ബലൂണൊക്കെ അവിടെ കാറ്റൊക്കെ നിറച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനിയന്മാരാണ് കേട്ടോ. പിന്നെ ചേച്ചിയുടെ കുട്ടികളുണ്ട്. നിൽക്കണം പൊടിവാവ, പിന്നെ അനിയമോളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കളിയിലൊക്കെയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മളുടെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ നേരത്തെ എടുക്കാൻ പറ്റിയിട്ടാണല്ലേ അതാട്ടോ വന്നിട്ട് എടുക്കണത്. അങ്ങനെ നമ്മളെ റൈസും ചിക്കൻ ഗ്രേവി ഒക്കെ അവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചേച്ചിമാരൊക്കെ വന്ന് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബലൂണൊക്കെ കാറ്റൊക്കെ നിറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് കുട്ടികളൊക്കെ എല്ലാവരും പന്ത് തട്ടി കളിക്കുകയാണ് കേട്ടോ.
ഡെക്കറേഷൻ വർക്ക് തുടങ്ങുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ടേബിൾ ഉമ്മർത്തേക്ക് ഇടണം കേട്ടോ. അവിടെ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് മുറിക്കണത്. അപ്പോൾ ചുമരിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നമ്മൾ ഉമ്മർത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ബലൂണും അങ്ങനെയുള്ള ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുള്ള ആ സംഭവമൊക്കെ നമ്മളിതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെക്കറേഷൻ വർക്കൊക്കെ ഇതാ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ കേക്കും വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കേക്കും എത്തിയിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്, ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്വത്തു ഇതാ അവിടെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഒട്ടും വൈകിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കേക്കൊക്കെ മുറിക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിനി നേരെ കേക്ക് മുറിക്കാൻ പോകട്ടെ. അപ്പോൾ അതാ കേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ കേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായ്സ്. ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് എന്തായാലും ഇതാ കേക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ഹൃതിക. ഹൃതിക എന്നാട്ടോ മോളുടെ ശരിക്കുള്ള പേര്. അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കാം കേട്ടോ. അച്ഛൻ വരി. ഞാൻ തന്നെ ക്യാമറ. റെഡി 1 2 3. ആ മുറിച്ചോളേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മാമന്റെ ഒരു സാമ്പിള്. ഒത്ത് കഴിക്കി, അവക്ക് ഫസ്റ്റ് കൊടുക്ക്. എനിക്കിഷ്ടായില്ല. ഈ ആള് നോക്കിയില്ലേ, ഫോക്കസ് നോക്കിയില്ലേ? അപ്പൊ കളക്കം വന്നിരുന്നു ഞാൻ കാല് ചവിട്ടി പൊളിച്ചാൽ കാലി. കിട്ടി കിട്ടി കിട്ടി. അവള് ഹാപ്പി.
ഇതാ നമ്മളെ കേക്കൊക്കെ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കേക്കൊക്കെ ഇതാ മുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫ്ലേവറിൽ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള നല്ല കേക്ക് ആയിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ഇനി നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ. സ്വത്ത് കേട്ടോ കേക്ക് കഴിക്കൽ തന്നെയാണ് അവള്. അപ്പോൾ ഇതാ നമ്മൾ നേരെ അടുക്കളയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ ഇതാ മിക്സ് ചെയ്യാം കേട്ടോ റൈസ്. അങ്ങനെ ഇതാ ഫുഡൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാട്ടോ. എല്ലാവർക്കും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ കേട്ടോ എല്ലാവരും ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഓൾമോസ്റ്റ് അത് എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേൻ്റെ സമയത്ത് ഒരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിഠായി ലഡുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മിഠായി ലഡുവൊക്കെ നമ്മൾ ഇപ്പോഴാണ് എടുത്തു. അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്തിട്ട് എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ.